കൊച്ചിയിൽ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. പോക്സോ വകുപ്പ് പ്രകാരം എളമക്കര പോലീസ് കേസെടുത്തു. അങ്കണവാടിയിൽ സ്ഥിരമായി എത്തിയിരുന്ന 20-കാരനെ പ്രതിയാക്കിയാണ് പോലീസിന്റെ നടപടി. ഇയാൾ ഒളിവിലാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ അങ്കണവാടിയിൽ വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അവിടെ സ്ഥിരമായി എത്തുന്ന ഒരു 20-കാരനിലേക്കാണ് അന്വേഷണം എത്തിയിരിക്കുന്നത്. അയാളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതെങ്ങനെയാണ്? കാരണം അവിടെ അങ്കണവാടിയിൽ ടീച്ചറുണ്ട്, സഹായികളുണ്ട്. അവരൊക്കെ ഉള്ള സമയത്ത് ആണോ ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടായത്? ടോമ്, ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ മകനിലേക്കാണ് അന്വേഷണം ചെല്ലുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. അവിടുത്തെ ഒരു ജീവനക്കാരിയുടെ മകൻ അവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും ഇവരുടെ കാര്യങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇയാൾ ഒളിവിലാണ്. ഈ 20-കാരന് ഒളിവിലാണ് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അയാളെ ചുറ്റി തന്നെയാണ് അന്വേഷണം പോകുന്നത്. കാരണം ഈ കുട്ടി നൽകിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ മാതാപിതാക്കൾ വിവരം നൽകുകയും പിന്നീട് എളമക്കര പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിൽ ഫോട്ടോ അടക്കം കുട്ടിയെ കാണിച്ച് മനസ്സിലാക്കിയെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഇയാൾ ഒളിവിലുമാണ്. അത് അവിടുത്തെ ഒരു ജീവനക്കാരുടെ മകനാണ് എന്ന രീതിയിലേക്കൊരു സ്ഥിരീകരണം വരുന്നുമുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു കാര്യമെന്നത് തന്നെയാണ്. കാരണം ഈ കുരുന്നുകളെല്ലാം അവിടെ മാതാപിതാക്കൾ അവിടെ ഏൽപ്പിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധം, അതിനെ കൂടി തന്നെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കുട്ടി 3.5 വയസ്സേ ഉള്ളൂ. അത് ആ കുട്ടിക്ക് ശരീരം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അത് ബാത്റൂമിലും മറ്റും പോകുമ്പോഴെല്ലാം തന്നെ വലിയ വേദനയോടെയെല്ലാം ഇരിക്കുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വീട്ടുകാരെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു.